കാരൻ എന്ന് പറയുന്ന ജീവി അങ്ങനെ ഒരു സ്പെഷ്യൽ ജീവിയൊന്നുമല്ല. അയാൾ പാവം ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാവരെയും പോലെ ഒരാളാണ്. ഒരുപാട് മോഹങ്ങളുണ്ട്, ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്, ഒരുപാട് സന്തോഷത്തിനും ഒക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ലോകത്തെ എല്ലാവരും അത് അനുഭവിച്ച് കാണാനുള്ള മോഹമുണ്ട്. എല്ലാ സ്പർദ്ധയും അവസാനിച്ച് കാണാനുള്ള ഒരു ആവേശമുണ്ട്. എല്ലാവരും സ്നേഹത്തോടെ കഴിയുന്നത് കാണാനുള്ളൊരു വലിയ പൂതി ഉണ്ട്. ഇതാണ് എഴുത്തുകാരന് ആകെയുള്ള അധികമായിട്ടുണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഉള്ള ഒരു വിശേഷം. അത് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരെ പോലെ മറ്റെല്ലാ ആവശ്യങ്ങളും മറ്റെല്ലാ പരാതികളും ബന്ധപ്പാടുകളും ഒക്കെയുള്ള ഒരു പാവം മനുഷ്യനാണ് ഈ എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരാൾ. നമ്മുടെ സമൂഹത്തിൽ പണ്ട് ഇവിടെ ഈ ജാതി മതമൊക്കെ നിലനിന്നുകൊണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് എഴുത്തും വായനയെ അറിയുന്ന ആൾ വലിയൊരു മഹാനാണ് എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് കവി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അയാളെ ഈ ലോകത്തെ ഏറ്റവും അതിനേക്കാൾ വലിയ ആളില്ല എന്നൊക്കെ ഒരു ധാരണ. അതുകൊണ്ട് എന്ത് അബദ്ധം പറഞ്ഞാലും ചെയ്താലും വലിയ ആളാണല്ലോ എന്ന് വെച്ച് ശരിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ അങ്ങനെയൊന്നും ഇല്ല. ലോകത്ത് മറ്റെല്ലാവരും ചെയ്യുന്ന ജോലി പോലെ ഒരു ജോലിയാണ് ഈ എഴുത്ത് എന്ന് പറയുന്നത്. കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ശ്രദ്ധ, ആത്മാർപ്പണം ആവശ്യമായൊരു പണിയായിരിക്കാം. എന്ന് പറഞ്ഞാൽ ഒരു അമ്മ ഒരു കുട്ടിയെ വളർത്തുന്നതിൽ ആവശ്യമായ ആത്മാർപ്പണത്തിൽ കൂടുതൽ ഒരു തുള്ളിയും ഒരു എഴുത്തുകാരൻ്റെ ജോലിയിൽ അവൻ ആവശ്യപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എഴുത്തുകാരന് വിശേഷമായിട്ട് ഒരു പങ്ക് ചുമതല ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. എന്ത് കാര്യത്തിലും നമ്മുടെ നാട്ടിൽ കാണാം സാംസ്കാരിക നേതാക്കന്മാരോട് എന്താ ഈ സാംസ്കാരികം, എന്താ ഈ നേതൃത്വം എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എന്ത് കാര്യമുണ്ടെങ്കിലും എവിടെയെങ്കിലും വഴിയിലൊരു പട്ടി ചത്ത് കിടന്നാൽ അതിനും ഒരു സാംസ്കാരിക നായകൻ്റെ ഒരു കമൻറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഇങ്ങനെ വരാറുണ്ട്. ഞാൻ പറയും വേണ്ട, പട്ടി പാവം അവിടെ കിടന്നോട്ടെ, ഞാൻ കണ്ടാൽ ഞാൻ എടുത്തു മാറ്റിക്കോളാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കും എടുത്തു മാറ്റാം. അതിന് സംയുക്തമായിട്ട് 10 എഴുത്തുകാർ ഒരു പ്രസ്താവന ഇറക്കേണ്ട ഒരു കാര്യമില്ല, ഇറക്കിയിട്ടും ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാനില്ല എന്ന് പറയാറാണ് പതിവ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എഴുത്തുകാരന് ഈ നാട്ടിൽ ഞാനൊരു 86 വർഷമായി ജീവിച്ചു പോരുന്ന ആളാണ്. മറ്റു മനുഷ്യരെ അപേക്ഷിച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ട്, അധിക പ്രാധാന്യമുണ്ട്, ഒരു കിരീടമുണ്ട്, സിംഹാസനമുണ്ട് എന്നൊക്കെ ധരിച്ചു വശായാൽ രണ്ടു കൂട്ടർക്കും അപകടമാണ്. എഴുത്തുകാരനും അപകടമാണ്, സമൂഹത്തിനും അപകടമാണ്.